നമസ്കാരം. ഇലക്ഷന് 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് സ്വപ്നേവി ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നു. സമ്മർദ്ദം കൊണ്ടാണ് ചെയ്യേണ്ടി വന്നത്. വേറെ ആരുടെ സമ്മർദ്ദമല്ല, എൻ്റെ മനസ്സിൻ്റെ സമ്മർദ്ദം. CK പത്മനാഭൻ എന്ന് പറയുന്ന BJP ഒരു നേതാവിൻ്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടായിരുന്നു. അതും എന്നെ സ്വാധീനിക്കും. വേറെ എന്തെങ്കിലും പത്മനാഭൻ ആയതുകൊണ്ടല്ല, പറഞ്ഞത് വേറൊരാളിനെ കുറിച്ചാണ്. അങ്ങനെ ഞാനിത് കുറച്ചൊന്ന് സെർച്ച് ചെയ്ത് പല ആളുകളുടെ, എല്ലാ പാർട്ടിയിൽപ്പെട്ട പല ആളുകളുടെയും കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഈ കമൻറ്റുകളെല്ലാം വെച്ച് നോക്കിയപ്പോഴാണ് ഞാനൊന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പനുക്ക് പറന്താൽ ഇപ്പിടി ഇരിക്കണം. എത്ര മനോഹരമായ തീരുമാനങ്ങളാണ് ചാണ്ടി ഉമ്മൻ എടുക്കുന്നത്. ഇന്ന് രാവിലെ മറ്റൊരു വീഡിയോ ഞാൻ കണ്ടു, ഒരു റീല് കണ്ടു. ചാണ്ടി ഉമ്മൻ ഒരു ജംഗ്ഷനിൽ സംസാരിക്കുന്നു. കുറേ ചെറുപ്പക്കാരും പിള്ളേരും ഒക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവിടെ ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്, നമുക്ക് ഇന്ന് കലാശക്കൊട്ടില്ല, അതിൻ്റെ പേരിൽ ലക്ഷങ്ങൾ പൊടിക്കാൻ നമ്മളില്ല പഞ്ചായത്തുകൾ വഴി. എന്നിട്ട് പറയുന്നുണ്ട്, കലാശക്കൊട്ടിന് ഉപയോഗിക്കുന്ന പൈസ നിങ്ങൾ ഓരോ പഞ്ചായത്തിലും നമ്മുടെ മണ്ഡലത്തിലെ വൃദ്ധസദനങ്ങളിലും കുട്ടികളുടെ സദനങ്ങളിലും ബാലസദനങ്ങളിലും പോയി അന്നദാനം നടത്തണം. ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതല്ല രാഷ്ട്രീയത്തിൽ. തൊട്ടു മുമ്പ് ഇതേ ചാണ്ടി ഉമ്മൻ വേറെ കുറേ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനിതുവരെ ചാണ്ടി ഉമ്മനെ കണ്ടിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം ജയിച്ചു വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പോയി കാണണമെന്ന് ആഗ്രഹം. വേറെ എന്തിനുമല്ല, ഒന്ന് അഭിനന്ദിക്കാൻ. ഇങ്ങനെ വേറിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എത്രയോ വർഷമായി ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കുന്നു. പിണറായി വിജയനെ ധർമ്മടത്ത് ആർക്കെങ്കിലും പരിചയപ്പെടുത്തണോ? അതുപോലെ ഓരോ മണ്ഡലത്തിലും പലർക്കും എന്തിനു പരിചയപ്പെടുത്തണം? എന്നിട്ടും അവരാരും ഈ വഴി സ്വീകരിച്ചില്ലല്ലോ. 8ഉം 10ഉം 6ഉം 7ഉം പ്രാവശ്യം ജയിച്ച് 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ജയിക്കുന്ന MLA മാർ പോലും ഈ പാത പിന്തുടരുന്നില്ല. ഇത് വേറിട്ടൊരു വഴി തന്നെയാണ്. എത്ര മനോഹരം. തെരഞ്ഞെടുപ്പിന് പോസ്റ്റർ ഇല്ല, എത്ര ലക്ഷം രൂപയുടെ ലാഭം, എത്ര പാരിസ്ഥിതി സൗഹൃദം. അല്ലെങ്കിൽ ഈ കെട്ടി വയ്ക്കുന്ന പോസ്റ്ററുകളെല്ലാം മൈദാമാവും തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു വച്ചിരിക്കുന്ന പോസ്റ്ററുകളെല്ലാം പിന്നെ വലിയ പരിസ്ഥിതിയെ ദുരന്തം ഉണ്ടാകുന്നത്. ബാനറുകളില്ല, ഫ്ലെക്സ് ഇല്ല, റോഡ് ഷോ ഇല്ല. ഇത്ര മനോഹരം. വീട് വീടാന്തരം ചെന്ന ആളുകളുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതൊരു സ്കൂട്ടർ പോലുമല്ല, ഒരു സൈക്കിളിൽ അതിരാവിലെ ചെല്ലുന്നു. പള്ളികളിൽ, അമ്പലങ്ങളിൽ, സകല വീടുകളിലും ചെല്ലുന്നു. മണിക്കൂറുകൾ ആളുകൾ ഈ സ്വന്തം മകനെ പോലെ, അനുജനെ പോലെ, സഹോദരനെ പോലെ, ഒരു വീട്ടിലെ അംഗത്തെ പോലെ ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ജയിക്കുമോ, എത്ര വോട്ടിൽ ജയിക്കും, ഭൂരിപക്ഷം എത്ര, അതെല്ലാം വേറെ വിഷയമാണ്. ഇദ്ദേഹത്തെക്കാൾ പ്രഗത്ഭനാണ് എതിരൽ സ്ഥാനാർത്ഥിയെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, അതെല്ലാം വിഷയമല്ല, അതൊന്നും നമ്മളെ വിഷയമല്ല. പക്ഷെ ഒരു സ്ഥാനാർത്ഥി, നമ്മൾ സാധാരണ സിനിമയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. സിനിമയിൽ കണ്ടാൽ നമുക്കൊന്നോ ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ, ഇതൊക്കെ ആരാ ചെയ്യാൻ, വട്ടൻ ആശയമാണ്. ഏതെങ്കിലും സത്യൻ അന്തിക്കാടിൻ്റെ ഏതെങ്കിലും സിനിമയിലാണ് ഇത് വന്നതെങ്കിൽ ഇതൊക്കെ പ്രാന്തൻ ആശയമല്ലേ, ആരെങ്കിലും ചെയ്യുമോ നമ്മൾ ചോദിക്കും. പക്ഷേ ഒരു സിനിമ എടുക്കാനുള്ള എല്ലാ ത്രെഡും ഉള്ള ഒരു തിരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം. ചുവരെഴുത്തുണ്ട്, അത്യാവശ്യം കുറച്ച് ചുവരെഴുതിയിട്ടുണ്ട്. ബാക്കി ഒരു പരിപാടിയുമില്ല. അതിനു വേണ്ടി ചെലവഴിക്കുന്ന പണം, ഇപ്പോൾ 48 വീട് വെച്ച് കൊടുത്തു എന്ന് പാവപ്പെട്ടവർക്ക്. എത്ര പവിത്രമായ ഇലക്ഷൻ പ്രവർത്തനം. 100 വീടാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് പറയാനുള്ളത്, നിങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ്റെ ഈ ഉദ്യമത്തിന് നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ 1 രൂപയാണെങ്കിൽ 1 രൂപ, 5 രൂപയാണെങ്കിൽ 5 രൂപ, അത് എത്ര രൂപയാണെങ്കിലും അത്രയും രൂപ നിങ്ങൾ ചാണ്ടി ഉമ്മൻ്റെ മണ്ഡലത്തിൽ വീട് വെക്കാൻ സഹായിക്കണം. ഞാനും സഹായിക്കും. നമുക്കിതൊരു വലിയ ആശയമാണ്, ഒരു സന്ദേശമാണ്, ഒരു നാട് മുഴുവൻ കൊണ്ടുപോകേണ്ട, ഒരു രാജ്യം മുഴുവൻ. ഇപ്പോൾ തന്നെ BBC-യിലും CNN-ലും ഒക്കെ വലിയ ന്യൂസായിട്ടുണ്ട് സൈക്കിളിൽ അദ്ദേഹം പോകുന്നതും അദ്ദേഹത്തിൻ്റെ വേറിട്ട ഈ പ്രവർത്തന ശൈലിയിൽ. രാഹുൽ ഗാന്ധി വന്ന് കൂടെ സൈക്കിളിൽ ഓടി. അദ്ദേഹം പല മണ്ഡലങ്ങളിലും ഇതുപോലെ സൈക്കിളിൽ പോയി പ്രവർത്തിച്ചു. നിലമ്പൂരിൽ പോയി അദ്ദേഹത്തിനൊരു പഞ്ചായത്ത് കൊടുത്തു, എല്ലാ വീടുകളും കയറി ഇറങ്ങാൻ. സാധാരണ പഞ്ചായത്ത് കൊടുത്താൽ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നവർ അവിടെ ഇവിടെ കയറി. പണ്ടൊരു കഥയുണ്ട്, ഞാൻ സമയമെടുക്കാതെ തന്നെ പറയാം. കുറേ കുട്ടികളെ നോട്ടീസ് കൊടുത്തു വിട്ടപ്പോൾ വലതുവശത്ത് കണ്ട വീടുകളിലൊന്നും കുട്ടികൾ കയറിയില്ല, ഇടതുവശത്തും കയറിയില്ല. കുട്ടികൾ നോട്ടീസ് അവിടെ ഒരു വായനശാലയെ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പാർട്ടി ഓഫീസിൽ ഇരുന്ന സെക്രട്ടറി ചോദിച്ചോടെ നിങ്ങളെല്ലാം നോട്ടീസും പിന്നെ പക്ഷേ വലതുവശത്ത് ഏതൊക്കെ വീട്ടിൽ കയറിയെന്ന് വെച്ചപ്പോൾ അവിടെ എങ്ങും കയറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കംപ്ലീറ്റ് കോൺഗ്രസ്സുകാരാണ്.
നമുക്ക് ഓട്ടം തരില്ല. അതുകൊണ്ട് അവിടെ കയറിയിട്ട് കാര്യമില്ല, നോട്ടീസ് കൊടുത്ത് അവിടെ കയറിക്കളയും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. എടാ, നിങ്ങൾ ഇടതുവശത്തുള്ള നമ്മളെ പാർട്ടിക്കാരെ വിട്ട് കയറാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഇപ്പോൾ കയറിയാൽ എന്ത്, കയറിയില്ലെങ്കിൽ അവർ എത്രയോ വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ കയറിയിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ? അവർ നമ്മൾ കയറിയില്ലെങ്കിൽ വോട്ട് ചെയ്യും. നോട്ടീസ് കൊടുത്ത് അതും കൂടെ ചീത്തയാക്കണ്ട. അപ്പോൾ നോട്ടീസ് എന്ത് ചെയ്തു? വായനശാലയെ കൊണ്ടുവച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവരെടുത്തുകൊണ്ട് പൊക്കോളൂ. അപ്പോൾ അപ്പുറത്തെ വീടുകളിൽ, ചില വീടുകളിൽ നമ്മുടെ ശത്രുവായോണ്ട് കയറണ്ട, ചില വീടുകളിൽ നമ്മുടെ മിത്രമായോണ്ട് കയറണ്ട. അങ്ങനെ ഇലക്ഷൻ പ്രവർത്തനം നടക്കുന്ന കാലവും ഉണ്ട്, സ്ഥലങ്ങളുമുണ്ട്. ആ സമയത്താണ് വീടുകൾ കംപ്ലീറ്റ് ഓടിക്കയറി നിലമ്പൂരിൽ അത്ഭുത സൃഷ്ടി. അന്ന് വലിയ വാർത്തയായിരുന്നു. അത് ഡയറക്റ്റ് സംവദിക്കുകയാണ് ജനങ്ങളുമായിട്ട്. ഇത് അത്ഭുതമാണ്. ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു ശൈലിയാണ്. ഉമ്മൻചാണ്ടിക്ക് പോലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അപ്പനൊക്കെ പറഞ്ഞാൽ ചെറിയ വിത്തിൻ്റെ, നല്ല വിത്തിൻ്റെ അടുത്ത വിത്ത് അതിനേക്കാൾ നല്ലതായിരിക്കുമെന്നാണല്ലോ ഒരു കഥ, അല്ലെങ്കിൽ അതാണല്ലോ പ്രകൃതി നിയമം. എന്തായാലും ഉമ്മൻചാണ്ടിക്കിടെ നേർപുത്രൻ തന്നെയാണ്, നേരവകാശി തന്നെയാണ്. വളരെ കൃത്യമായി ഇന്നത്തെ ചെറുപ്പക്കാർ കണ്ടുപഠിക്കേണ്ടുന്ന രാഷ്ട്രീയമാണത്. വളരെ കൃത്യമാണത്. നിലപാടുകൾ വളരെ കൃത്യമാണ്, കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്, പുതിയ ആശയങ്ങൾ വളരെ കൃത്യമാണ്. കാരണം വീട് വെച്ച് കൊടുക്കുന്ന കഥ പറഞ്ഞതിന് ശേഷം അത് അന്നദാനം കൊടുക്കുകയാണ്. ആ പണം എടുത്തിട്ട് അന്നദാനം കൊടുക്കുകയും, അത് ഇലക്ഷൻ കഴിഞ്ഞ് കൊടുത്താലും മതി. ഇലക്ഷന് മുമ്പേ കൊടുത്താലല്ലേ സ്വാധീനിക്കുന്ന കാര്യമുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ് കൊടുത്താലും മതിയല്ലോ അന്നദാനം കൊടുക്കാൻ പറയുന്നു. ബാക്കി പണം ഉണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കാനായിട്ട് തരണം എന്ന് പറയുന്നു. എത്ര മനോഹരമാണ്. 10 വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ച് ഇപ്പോൾ അത് 100 വീടിലേക്ക് നീങ്ങുകയാണ്. എല്ലാ ഉദാരമനസ്കരായ ആളുകൾ സഹായിക്കുന്നതാണ്. അത്ഭുതമാണ്. അദ്ദേഹം വലിയ വോട്ടിന് ജയിക്കട്ടെ. ഞാൻ പറയുന്നത് 100% വോട്ടിന് ജയിക്കേണ്ടതാണ്. എതിരാളി വരെ വോട്ട് കൊടുക്കണം. കാരണം അത്രയ്ക്ക് മഹത്തായ ഒരു ഇലക്ഷൻ സന്ദേശമാണ് അദ്ദേഹം ഇന്ത്യക്ക് നൽകുന്നത്, ലോകത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ പ്രവർത്തന ശൈലി രാജ്യാന്തര ശ്രദ്ധ പിടിച്ചിട്ടുണ്ട്. കേവലം ഒരു ദിവസം സൈക്കിളിൽ കയറി യാത്ര ചെയ്യുന്നതല്ല, അതിനപ്പുറമുള്ള വളരെ പച്ചയായ ഒരു മനുഷ്യൻ്റെ കൃത്യം നാട്ടുംപുറത്തുകാരൻ്റെ ഒരു നാട്യങ്ങളില്ലാത്ത വളരെ കൃത്യമായ ഒരു ഇലക്ഷൻ തന്ത്രമാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയത്തിനതീതമായി ചാണ്ടി ഉമ്മനെ ഒരു ബിഗ് സല്യൂട്ട്.